ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇന്നലെ തന്നെ വേവിച്ചിട്ട് ഉടച്ച് ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ഒരു 3 വലിയുള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിക്കണേ. ഞാൻ കടുക് പൊട്ടിക്കാൻ മറന്നു പോയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നടുവിൽ അങ്ങനെ എണ്ണയിൽ അങ്ങനെ പൊട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി ഉടച്ച് വെച്ചിട്ടുള്ള 3 വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മസാല റെഡിയായി. ഇനിയിപ്പോൾ ദോശയും കൂടിയും ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇന്ന് സ്കൂൾക്ക് മക്കൾക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത് മസാല ദോശയാണ്. പിന്നെ ഇപ്പോൾ വേറൊരു ലഞ്ചൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിന് ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചക്കറി കറി, പിന്നെ ഉപ്പേരിയും ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ബീഫ് എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കരിവേപ്പില, ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മളെ ഇറച്ചിൻ്റെ അളവിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി എടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇറച്ചിയൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ച് അത് ഓഫാക്കി ഇട്ടിക്കണേ. ഇവിടെ ഞാൻ ഒരു 3 വലിയുള്ളി 3 തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിക്കണേ. നല്ല സോഫ്റ്റായിട്ട് വഴറ്റിയെടുത്തിക്കണേ. അതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ഇതാ ഈ ഒരു മസാലയ്ക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ബീഫിൽ ചേർത്ത് കൊടുത്തിക്കണല്ലോ. അപ്പോൾ ഇതിൽക്കൊക്കെ കുറച്ച് മതി കേട്ടോ. അതിൽ ബീഫിൽ ചേർത്ത് ആ ഒരു പൊടികൾ തന്നെയാണ് ചേർത്തിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ബീഫും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു തേങ്ങാപ്പാലിൽ ഈ ഒരു ബീഫ് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ബീഫൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടോ. പിന്നെ ഈ ഒരു തേങ്ങാപ്പാലിൽ വേവിക്കണോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫിന്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കും ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റും റെഡിയായി. പിന്നെ
പിന്നെ ഇതാ വൈകുന്നേരമാണ് കേട്ടോ. ഒരു ഗീ കേക്ക് ഉണ്ടാക്കുകയാണ്. മോള് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്തുക്കണ്. അതിലേക്ക് 4 ടേബിൾ സ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യ് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ മിൽമൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതും നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വരാം. അതിലേക്ക് ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതും നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിക്കണം കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ചെറിയൊരു കേക്കാണ് കേട്ടോ. അതാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലുത് വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇരട്ടിയായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പൊടിയും ആ ഒരു ബാറ്ററും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് എടുത്തിരിക്കണം. ഇനിയിപ്പോൾ ഏതിലാണോ ബേക്ക് ചെയ്യണത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താലും മതി. ഇനിയിപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 to 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്തത്. അതിൽ ആ ഒരു കേക്കിൻ്റെ ഓപ്ഷനിൽ ചെയ്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. നെയ്യൊക്കെ ഇഷ്ടമാണവർക്ക് സൂപ്പറായിട്ട് ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇരട്ടിയായിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.